പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടരുന്ന സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളിൽ അമേരിക്കയ്ക്കും UAE-ക്കും കർശന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത്. രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് സൈനികമായ പരിഹാരമില്ല എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നടിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ സംഭവ വികാസങ്ങൾ ഇത് അടിവരയിടുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ആരും കരുതേണ്ട എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. നിലവിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചകൾ ഒരു വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ അമേരിക്കയും UAE-യും അനാവശ്യ പ്രകോപനങ്ങളിൽ വീണു പോകരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇഷ്ടമില്ലാത്തവർ ഒരുക്കുന്ന കെണിയിൽ വീണ് മേഖലയെ കൂടുതൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് അറാഗ്ചി UAE-യോടും വാഷിംഗ്ടണിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ അമേരിക്ക പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന പദ്ധതിയെയും ഇറാൻ തള്ളിക്കളഞ്ഞു. പ്രൊജക്ട് ഫ്രീഡം എന്നത് യഥാർത്ഥത്തിൽ പ്രൊജക്ട് ഡെഡ്ലോക്ക് അഥവാ ഒരു സ്തംഭനാവസ്ഥയാണെന്നാണ് ഇറാൻ പരിഹസിക്കുന്നത്. ഇത്തരം സൈനിക നീക്കങ്ങൾ വിപരീത ഫലമേ ഉണ്ടാക്കൂ എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. മറുഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കടുത്ത ഭാഷയിൽ തന്നെ ഇറാനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ താക്കീത്. അമേരിക്കൻ കപ്പലുകളെ തൊടാൻ ശ്രമിച്ചാൽ ഇറാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടുമെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകി. എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഇറാന്റെ ചർച്ചാ പ്രതിനിധികൾ കൂടുതൽ വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാണെന്നും ട്രംപ് നിരീക്ഷിക്കുന്നുണ്ട്. സൈനികമായ കരുത്തു കാട്ടുമ്പോഴും നയതന്ത്രപരമായ ചർച്ചകൾക്ക് ഇറാൻ ഇപ്പോൾ കൂടുതൽ വഴങ്ങുന്നുണ്ടെന്ന സൂചനയാണ് ട്രംപിന്റെ ഈ വാക്കുകൾ നൽകുന്നത്. ട്രംപിന്റെ ഈ മൃദു സമീപനവും കടുത്ത മുന്നറിയിപ്പും ചേർന്ന നയം വരും ദിവസങ്ങളിൽ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കിയേക്കാം. ഈ സംഘർഷങ്ങൾക്കിടയിൽ അതീവ ഗൗരവകരമായ മറ്റൊരു ആരോപണം കൂടി ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കത്തിൽ 5 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ മേഖലയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അമേരിക്കയുടെ ഈ നടപടി തികച്ചും നിരുത്തരവാദപരമാണെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്ന വ്യാജേനെ നിരപരാധികളെ കൊന്നൊടുക്കുകയാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നു. ഇത്തരം ആക്രമണങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പാടെ തകർക്കുമെന്നും അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം എത്രത്തോളം അപകടകരമാണെന്ന് ഇത് തെളിയിക്കുന്നുവെന്നും തെഹ്റാൻ ആവർത്തിക്കുന്നു. ചുരുക്കത്തിൽ ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും കൊണ്ട് ഇറാനെ തളയ്ക്കാനാവില്ല എന്നും ഒരു രാഷ്ട്രീയ പരിഹാരമാണ് അനിവാര്യമെന്നുമാണ് ഇറാൻ വാദിക്കുന്നത്.